Let's start learning English. Okay. Class 17. 70 അല്ല 70 എന്ന് വെച്ചാൽ 70. 70 ഇത് ക്ലാസ് 17 17ാമത്തെ ക്ലാസ്. ഓക്കെ, എല്ലാവരും ഒന്ന് അറ്റൻഡൻസ് ഇട്ടേ. വേഗം ഇടൂ. 1 എന്നെഴുതുക, എന്നിട്ട് ഒന്ന് പേരെഴുതുക. 1 എന്നെഴുതി ഒരു കുത്തിട്ട് സ്പേസ് ഇട്ട് പേരെഴുതുക. ഓക്കെ, അപ്പം നമുക്ക് ചടപടേന്ന് ഒന്ന് ഈ വാക്കുകൾ, ഇംഗ്ലീഷ് വേർഡ്സും അതിൻ്റെ അർത്ഥവും, ജസ്റ്റ് ബേസ് ഫോമിൻ്റെത് മാത്രം നമുക്കൊന്ന് ഒന്ന് ഓടിച്ചു വിടാം. അപ്പോൾ ടീച്ചറുടെ കൂടെ തന്നെ വായിക്കണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്. റൺ ഓടുക, ജംപ് ചാടുക, ഈറ്റ് തിന്നുക, ബ്രഷ് പല്ലു തേക്കുക, റീഡ് വായിക്കുക, ഡ്രിങ്ക് കുടിക്കുക, വാഷ് കഴുകുക, പ്ലേ കളിക്കുക, സിറ്റ് ഇരിക്കുക, വാക്ക് നടക്കുക, ഗോ പോകുക, കം വരിക, ക്ലൈം കയറുക, ഫ്ലൈ പറക്കുക, സ്വിം നീന്തുക, ടേർ കീറുക, കുക്ക് പാചകം ചെയ്യുക, കട്ട് മുറിക്കുക, റൈറ്റ് എഴുതുക, ലേൺ പഠിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, സ്ലീപ്പ് ഉറങ്ങുക, ഡാൻസ് നൃത്തം ചെയ്യുക, സിംഗ് പാടുക, പ്രേ പ്രാർത്ഥിക്കുക, ഡ്രോ വരക്കുക, വെയർ ധരിക്കുക, പുട്ട് ഇടുക, ടേക്ക് എടുക്കുക, സീ കാണുക, വാച്ച് കാണുക വീക്ഷിക്കുക, ഗ്രോ വളരുക വളർത്തുക, കോം ചീകുക, ബീറ്റ് അടിക്കുക തോൽപ്പിക്കുക, ഹിറ്റ് ഇടിക്കുക, കിക്ക് തൊഴിക്കുക. ഒക്കെ വയലൻസ് ആണല്ലോ അല്ലേ? ബീറ്റ്, ഹിറ്റ്, കിക്കൊക്കെ. പക്ഷേ അതൊക്കെ നല്ല രീതിയിൽ നമ്മൾ പറയുന്നുണ്ട് അല്ലേ? എന്താണ് ഒരാളെ തോൽപ്പിക്കുന്നത്, കോമ്പറ്റീഷനിൽ തോൽപ്പിക്കുന്നതിന് നമ്മൾ ബീറ്റ് ചെയ്തു എന്ന് പറയും. പിന്നെ എന്താണ് ഹിറ്റ് വിക്കറ്റ്, ഹിറ്റ് എ വിക്കറ്റ്. പിന്നെ ലൈക്ക് നമ്മൾ ബാറ്റ് വെച്ച് ബോളിനെ അടിക്കുന്നതിന് നമ്മൾ ഹിറ്റ് എന്നാ പറയുക. ഹോക്കിയിൽ ഹിറ്റിംഗ് ആണ് കേട്ടോ. ആരോ കിക്കിംഗ് എഴുതിയതായിട്ടൊരു ഓർമ്മയുണ്ട്. കിക്കിംഗ് അല്ല, ഹിറ്റിംഗ് ആണ്. കിക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാല് വെച്ച് അടിക്കണം. ഓക്കെ, അത് ഫുട്ബോൾ ഉണ്ട്, അതുപോലെ തന്നെ വേറെയും 1-2 ഉണ്ട്. സെപക് ടാക്രോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളികളൊക്കെ അങ്ങനെയാണ്, കിക്ക് ചെയ്യലാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി പുതിയ വാക്കിലേക്ക് പോകാം. എല്ലാവരും അറ്റൻഡൻസ് ഇട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മൾക്ക് പുതിയ വാക്കിലേക്ക് പോകാം. ആദ്യത്തെ വാക്കാണ് തയ്യാറാകുക അല്ലെങ്കിൽ തയ്യാറാക്കുക. ആ ചിത്രങ്ങളിലോട്ടൊന്ന് നോക്കിയേ. ഇടതുവശത്ത് എന്താ കാണുന്നത്? ഒരു ബാഗാണ് അല്ലേ? ആ ബാഗിനകത്ത് കുട്ടി എന്തോ വെക്കുകയോ എടുക്കുകയോ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. അത് ശരിക്കും എന്താണ്? ആ കുട്ടി തയ്യാറാവുകയാണ് അല്ലേ? ഓക്കെ, നമുക്കത് കുട്ടിയുടെ ബാഗായിട്ട് ഇമാജിൻ ചെയ്യാം. നിങ്ങൾ ബാഗിൽ സിമ്പിൾ ഒന്നും നോക്കരുതേ. ഇനി കുറച്ച് കഴിയുമ്പോൾ വരും, ടീച്ചറേ അത് കുട്ടിയുടെ ബാഗല്ല, അതിൻ്റെ മുകളിൽ ഒരു പ്ലസ് ഉണ്ടില്ല. നമ്മൾ ആ പ്ലസ് അവഗണിക്കുകയാണ്, ഒഴിവാക്കുകയാണ്. അങ്ങനെ ഒരു പ്ലസ് അവിടെ ഇല്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതൊരു കുട്ടിയാണ് സ്കൂളിൽ പോകാൻ തയ്യാറാവുകയാണ്. അല്ലെങ്കിൽ സ്കൂളിൽ എത്തിയിട്ട് പുസ്തകവും എന്താണ് നമ്മുടെ പെൻസിൽ ബോക്സ് ഒക്കെ പുറത്തേക്ക് എടുത്ത് ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി തയ്യാറാവുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളൊരു കുട്ടി തയ്യാറാവുന്നു. ഇനി വലതുവശത്ത് നോക്കിയാലോ, ഒരാൾ ട്രാവലിംഗ് ബാഗിനകത്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെച്ചതാ ഒരു ടൂർ പോവാണ് അല്ലേ? വെക്കേഷൻ അല്ലേ? വെക്കേഷൻ. ഓക്കെ, വെക്കേഷൻ അല്ലേ? അപ്പോൾ വെക്കേഷന് എന്താണ് ഇതൊക്കെ ട്രാവലിംഗ് ബാഗിന് അകത്തൊക്കെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് ആൾ തയ്യാറാവുകയാണ്. ഏറ്റവും മുകളിൽ എന്താ കാണുന്നത്? അവിടെ ഒരു ലേഡി ഏപ്രൺ ഒക്കെ ചുറ്റി എന്ത് ചെയ്യുന്നുണ്ട്? ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് ക്യാരറ്റ് അല്ലേ ഇതല്ലേ? ഓറഞ്ച് കളർ ഉണ്ട്, അതിൻ്റെ അറ്റത്ത് കുറച്ച് ഇലകളൊക്കെ കാണുന്നുണ്ട്. കട്ടിംഗ് ബോർഡിൽ വെച്ച് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, ആ ലേഡി എന്താ ചെയ്യുന്നത്? നൈഫ് ഉപയോഗിച്ച് ക്യാരറ്റ് കട്ടിംഗ് ബോർഡിൻ്റെ മുകളിൽ വെച്ച്
കട്ട് ചെയ്യുകയാണ്. അതിന്റെ തൊട്ടടുത്തൊരു കറുത്ത സാധനം കാണുന്നുണ്ട്. അതെന്താണ്? പീലറാണ് അല്ലേ? പീലർ വെച്ച് നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ പീൽ ചെയ്യും അല്ലേ? തൊലി അല്ലേ? നമ്മുടെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സിൻ്റെ ഒക്കെ തൊലി കളയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ, പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പീലർ യൂസ് ചെയ്യുക അല്ലേ? പിന്നെ ഒരു ബൗൾ നിറയെ എന്തൊക്കെയോ പച്ചക്കറികളുണ്ട്. അത് വേറെയും ക്യാരറ്റ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ക്യാപ്സിക്കോ ബീട്രൂട്ടോ ഒക്കെ ഉണ്ട്. ഓക്കെ, അങ്ങനെ ഒരു ചിത്രം കാണുന്നുണ്ട്. ശരിക്കും എന്താ ചെയ്യുന്നത് ആ ലേഡി? ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്. ഓക്കെ, ഷീ ഈസ് പ്രിപ്പയറിംഗ് ഫുഡ്. ഭക്ഷണം തയ്യാറാക്കുകയാണ് അല്ലേ? പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ എന്താണ്? പ്രിപ്പയർ. എന്താണ് സംഭവിക്കുന്നത്? തയ്യാറാക്കുക എന്നൊക്കെ പറയുന്നതിന് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കാണെന്ത്? പ്രിപ്പയർ. PRE. അവസാനത്തെ ആ RE വലിയ കാര്യത്തിലൊന്നും എടുക്കുന്നില്ല നമ്മൾ ബേസ് ഫോമിൽ കേട്ടോ. ഓക്കെ, ബേസ് ഫോമിലാണ്. ING ഫോമിൽ വരുന്ന സമയത്ത് ആ ആറൊക്കെ നമ്മൾ ഉച്ചരിക്കുന്നുണ്ട്. പക്ഷെ ബേസ് ഫോമിൽ നമ്മളത് പ്രിപ്പയർ എന്നാണ്. അതായത് പ്രീ എന്നിട്ട് ഫേ. ആ പി എന്നുള്ളതിൻ്റെ കൂട്ടത്തിൽ ഒരു കാറ്റ് പുറത്തൊക്കെ അങ്ങ് വിട്ടാൽ മതി. അതിനർത്ഥം അവിടെ ബാക്കിൽ എന്തൊക്കെ അക്ഷരങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഉച്ചരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളത്. അങ്ങനെ ഒരു സിമ്പിൾ, ശരിക്കും പറഞ്ഞാൽ അതൊരു സിഗ്നലാണെന്ന് പറയണം ഇംഗ്ലീഷുകാരുടെ ഉച്ചാരണത്തിൽ. അതായത് ഹേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിക്ക് ശേഷം ഒരു കാറ്റ് വിടുന്ന ശബ്ദം വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം പിക്ക് ശേഷം എന്തൊക്കെയോ അക്ഷരങ്ങളുണ്ട്, പക്ഷെ നമ്മളതിനെ പരിഗണിക്കാൻ പോകുന്നില്ല. ഓക്കെ, സോ പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ. തയ്യാറാക്കുക ഇതിനെയൊക്കെ നമ്മൾ പ്രിപ്പയർ എന്നാണ് പറയുക. പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ. അപ്പോൾ എല്ലാവർക്കും അത് ഉച്ചരിക്കാൻ കിട്ടുന്നുണ്ടോ എന്ന് വിചാരിക്കുന്നു. പ്രിപ്പയർ. അപ്പോൾ റാ വരരുത് കേട്ടോ. നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ റാ പോലെ പറഞ്ഞത്. ശരിക്കും പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ. PREPARE. അവിടെ ഒരു ഫേ എന്നുള്ളൊരു ശബ്ദം മാത്രം ഇട്ടാൽ മതി. ആ പി ലാസ്റ്റിലുള്ള ഭാഗത്ത്. ആദ്യത്തത് പ്രീ. ഓക്കെ, പ്രിപ്പയർ. ഓക്കെ, പ്രിപ്പയർ. അപ്പോൾ നമുക്കതിനെ കൊണ്ടുപോയി V1 V2 ഒക്കെ ആക്കി നോക്കാം. ഓക്കെ, പ്രിപ്പയർ എന്നുള്ള വാക്കിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? അത് പാസ്റ്റ് ഫോം ആക്കണമെങ്കിൽ നമ്മൾ അതിലേക്കൊരു D മാത്രം ചേർത്താൽ മതി. കാരണം അവിടെ ഓൾറെഡി ഒരു E ഉണ്ട്. അപ്പോൾ ഒരു അറ്റത്തൊരു D കൊണ്ടിടുകയാണ്. പ്രിപ്പയർ, പ്രിപ്പയർഡ്. ഓക്കെ, V1 ഫോം, ബേസ് ഫോം, പ്രിപ്പയർ. V2 ഫോം, past form, prepared. V3 form, past participle form, prepared. Prepare, prepared. V1 form, base form, prepare. V2 form, past form, prepared. V3 form, past participle form, prepared. Okay? പ്രിപ്പയർ എന്നിട്ട് ആ പ്രിപ്പയർ എന്ന് പറഞ്ഞെടുത്ത് ഒരു ദ് ഇട്ട് കഴിഞ്ഞാൽ പ്രിപ്പയർഡ്. ഓക്കെ, അപ്പം എന്തായി? V2 ഫോം, V3 ഫോം. ഇനി പ്രിപ്പയർ എന്നൊന്നും ആരും പറയരുതേ. ആ പി പറയുമ്പോഴേനും ഒരു കാറ്റ് പോലെ പുറത്തേക്ക് വരുന്നു. പ്രിപ്പയർഡ്. ഓക്കെ, മനസ്സിലായല്ലോ? ഇനി നമുക്ക് തയ്യാറാകുന്നു എന്ന് നോക്കിയാലോ? ഓക്കെ, PRE prepare. PRE PARED prepared. പ്രീപെയ്ഡ് ആക്കരുത് കേട്ടോ അതിന്. പ്രിപ്പയർഡ്. ഓക്കെ, ഇനി ING ചേർക്കുമ്പോഴോ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിപ്പയർ എന്നുള്ള വാക്കിന് അവസാനം ഒരു E ഉണ്ട്. നമ്മൾ ING ചേർക്കുമ്പോൾ എന്ത് ചെയ്യും? ആ E എടുത്ത് പുറത്ത് കളയും. ഓക്കെ, പ്രിപ്പയറിങ്
ഈ എടുത്ത് പുറത്ത് കളയുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? ആ റാ ഒന്ന് റിങ് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, പ്രിപ്പയറിങ്, 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 പ്രിപ്പയറിങ്. ഓക്കെ, prepare, prepared, preparing, prepare, prepared, preparing. Okay, prepare, prepared, preparing. Okay, അവിടെ റിങ് ആറിൻ്റെ ശബ്ദം വരും, ING വരുമ്പോഴേ. ഓക്കെ, സ്പെല്ലിങ്ങും ശ്രദ്ധിക്കുക, ഉച്ചാരണത്തിൽ വരുന്ന വ്യത്യാസവും ശ്രദ്ധിക്കുക. പ്രിപ്പയറിങ് എന്താണ് അർത്ഥം? തയ്യാറാകുന്നു അല്ലെങ്കിൽ തയ്യാറാക്കുന്നു. ഓക്കെ, ഷീ ഈസ് പ്രിപ്പയറിങ് ഫോർ സ്കൂൾ. അവൾ സ്കൂളിലേക്ക് പോകാൻ തയ്യാറാകുകയാണ്. ഓക്കെ, പ്രിപ്പയർ, പ്രിപ്പയർഡ്, പ്രിപ്പയറിങ്. ഓക്കെ, അപ്പോൾ പ്രിപ്പയർ എന്ന് പറയുന്നത് എന്താണ്? തയ്യാറാകുക, തയ്യാറാക്കുക. പ്രിപ്പയർഡ് തയ്യാറായി, തയ്യാറാക്കി. പ്രിപ്പയറിങ് തയ്യാറാകുന്നു, തയ്യാറാക്കുന്നു. ടീച്ചർ അത് ഉച്ചരിക്കുന്ന രീതി പറഞ്ഞില്ലേ? പ്രിപ്പയറിങ്. നമ്മൾ പ്രിപ്പയർ എന്ന് പറയുമ്പോൾ പ്രിപ്പയർ, പ്രിപ്പയർ എന്ന് പറയുമ്പോൾ പ്രിപ്പയർ എന്നിട്ടൊരു ജ്. ഓക്കെ, പ്രിപ്പയർ, പ്രിപ്പയർഡ്. മൂന്നാമത്തത് പ്രിപ്പയറിങ്, 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 പ്രിപ്പയറിങ്. പ്രിപ്പയർ, പ്രിപ്പയർഡ്, പ്രിപ്പയറിങ്. ഓക്കെ, ഓക്കെ ആണല്ലോ? ഓക്കെ, ഈ തയ്യാറാവുക എന്നുള്ള പരിപാടി നമുക്ക് സെൻറ്റൻസസിൽ കൊണ്ടിടാം അല്ലേ? We need to prepare dinner before our guests arrive. We need to prepare dinner before our guests arrive. നമ്മുടെ അതിഥികൾ എത്തുന്നതിനു മുൻപ് ഡിന്നർ തയ്യാറാക്കണം, അത്താഴം തയ്യാറാക്കണം. We need to prepare dinner before our guests arrive. നമ്മുടെ അതിഥികൾ എത്തുന്നതിനു മുമ്പ് അത്താഴം തയ്യാറാക്കണം. ഡിന്നർ, അത്താഴം, രാത്രി ഭക്ഷണം. ഓക്കെ, we need to prepare dinner before our guests arrive. അടുത്ത സെന്റൻസോ? The meal has already been prepared and is ready to serve. The meal has already been prepared and is ready to serve. The meal has already been prepared and is ready to serve. ഭക്ഷണം ഇതിനകം തയ്യാറായിട്ടുണ്ട്, വിളമ്പാൻ റെഡിയാണ്, തയ്യാറാണ്. ഓക്കെ, ഇവിടെ റെഡി എന്ന് പറയുന്ന രണ്ടാമത്തെ റെഡി എന്താണ്? അതായത് നമ്മൾ അല്ലാത്ത റെഡിയായി കഴിഞ്ഞു, നമ്മൾ റെഡിയായി കഴിഞ്ഞു എന്ന് പറയുന്ന റെഡിയുടെ തയ്യാറാണ് രണ്ടാമത് പറയുന്നത്. പക്ഷേ ഒന്നാമത്തത് എന്താണ്? തയ്യാറാക്കി എന്നുള്ളത് പ്രിപ്പയർഡ്, പ്രിപ്പയർഡ്, തയ്യാറാക്കി. ഭക്ഷണം ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്, വിളമ്പാൻ റെഡിയാണ്. അവിടെ നിങ്ങൾ വിളമ്പാൻ തയ്യാറാണെന്ന് എഴുതണ്ട, വിളമ്പാൻ റെഡിയാണ് എന്ന് തന്നെ എഴുതിയാൽ മതി. കാരണം കൺഫ്യൂഷൻ ആവണ്ട, നമ്മുടെ പ്രിപ്പയറും റെഡിയും തമ്മിലുള്ള കൺഫ്യൂഷൻ വരണ്ട. ഓക്കെ, അർത്ഥം എഴുതുമ്പോൾ എങ്ങനെ എഴുതാം? ഭക്ഷണം ഇതിനകം തയ്യാറാക്കിയിട്ടുണ്ട്, വിളമ്പാൻ റെഡിയാണ്. ഓക്കെ, the meal has already been prepared and is ready to serve. The meal has already been prepared and is ready to serve. He diligently prepares his lessons each evening. He diligently prepares his lessons each evening. എല്ലാ വൈകുന്നേരവും അവൻ തൻ്റെ പാഠങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നു. എല്ലാ വൈകുന്നേരവും അവൻ തൻ്റെ പാഠങ്ങൾ ശ്രദ്ധാപൂർവം തയ്യാറാക്കുന്നു. He diligently prepares his lessons each evening. He diligently prepares his lessons each evening. ഓക്കെ അല്ലേ? ഇപ്പോൾ ടീച്ചറുടെ കൂടെ ഒന്ന് വായിക്കുന്നോ? ഒന്നല്ല, ഒരു 3 തവണ വായിക്കാം അല്ലേ?
റെഡിയല്ലേ? We need to prepare dinner before our guests arrive. We need to prepare dinner before our guests arrive. We need to prepare dinner before our guests arrive. The meal has already been prepared and is ready to serve. The meal has already been prepared and is ready to serve. The meal has already been prepared and is ready to serve. He diligently prepares his lessons each evening. He diligently prepares his lessons each evening. He diligently prepares his lessons each evening. ഓക്കെ അല്ലേ മക്കളെ? ഇത് മക്കൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ച് സ്ലോ സ്പീഡ്. എനിക്ക് ശബ്ദത്തിന് കുറച്ചൊരു കുഴപ്പമുണ്ട് തൊണ്ടയ്ക്ക്. അതാണ് ഇടയ്ക്കിടയ്ക്കൊരു ബ്രേക്ക് പോലെ വരുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനൊരു ചെറിയ ബ്രേക്ക് ഇടും പോലെ അത് തൊണ്ടയ്ക്ക് കുറച്ച് കുഴപ്പമുണ്ട്. ഓക്കെ, അപ്പോൾ മക്കൾ എന്ത് ചെയ്യണം? ഈ വാക്ക് വരുന്ന സെൻറ്റൻസസ് സാധാരണ വായിച്ച് പ്രിപ്പയർ ചെയ്യുന്ന പോലെയല്ല, അതിനേക്കാളും കുറച്ചധികം വായിക്കണം. കാരണം പ്രിപ്പയർ എന്നുള്ളത് വരുന്ന സമയത്ത് കുറച്ച് നിങ്ങൾ എനർജി അധികം സ്പെൻഡ് ചെയ്യുന്നതായിട്ട് തോന്നും തുടക്കത്തിൽ. പിന്നെ അത് പ്രാക്ടീസ് ചെയ്ത് വന്നു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ചേഞ്ച്. ഓക്കെ, സോ പ്രാക്ടീസ് diligently. ഓക്കെ, he diligently prepares his lessons each evening എന്ന് പറയുമ്പോഴും ഞാൻ മനസ്സിൽ വിചാരിച്ചത് they diligently prepare their lessons each evening എന്നാണ്. കാരണം എന്തേ? എൻ്റെ എല്ലാ മക്കളും വൈകുന്നേരങ്ങളിൽ വളരെ ശ്രദ്ധാപൂർവം ലെസൺസൊക്കെ തയ്യാറാകുന്നുണ്ടെന്നുള്ളതല്ല, ലെസൺസൊക്കെ പഠിച്ച് തയ്യാറാകുന്നുണ്ട് എന്ന് ടീച്ചർ മനസ്സിൽ വിചാരിച്ചിരുന്നു ഈ സെൻറ്റൻസ് എഴുതുമ്പോൾ. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക, എന്നാലേ കറക്റ്റ് ചെയ്ത് വരുള്ളൂ. ഓക്കെ. He enjoys preparing elaborate meals on weekends. He enjoys preparing elaborate meals on weekends. He enjoys preparing elaborate meals on weekends. വാരാന്ത്യങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത് അവൻ ആസ്വദിക്കാറുണ്ട്. വാരാന്ത്യങ്ങളിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം തയ്യാറാക്കുന്നത് അവൻ ആസ്വദിക്കാറുണ്ട്. ഓക്കെ, ഹി എൻജോയ്സ്, അവൻ ആസ്വദിക്കാറുണ്ട്. He enjoys preparing elaborate meals on weekends. My mother always prepares a healthy breakfast for us. My mother always prepares a healthy breakfast for us. എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു പ്രാതൽ തയ്യാറാക്കാറുണ്ട്. എങ്ങനെ വേണമെങ്കിലും എഴുതാം. കാരണം അതൊരു ഓൾവേസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും സ്ഥിരം ചെയ്യുന്ന പരിപാടിയാണ്, അവരുടെ ശീലമാണ്. മൈ മദർ ഓൾവേസ് പ്രിപ്പയർസ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ അസ്. മൈ മദർ ഓൾവേസ് പ്രിപ്പയർസ് എ ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഫോർ അസ്. ഓക്കെ, എൻ്റെ അമ്മ എപ്പോഴും ഞങ്ങൾക്ക് ആരോഗ്യകരമായ ഒരു പ്രാതൽ തയ്യാറാക്കാറുണ്ട്, എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഓക്കെ. Did you prepare for the upcoming exam? Did you prepare for the upcoming exam? വരുന്ന അല്ലെങ്കിൽ വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക് നീ തയ്യാറായോ? ഓക്കെ, Did you prepare for the upcoming exam? വരാനിരിക്കുന്ന അല്ലെങ്കിൽ വരുന്ന പരീക്ഷയ്ക്ക് നീ തയ്യാറായോ? ഓക്കെ, തയ്യാറെടുത്തോ? Did you prepare for the upcoming exam? She prepared a delicious cake for the party. She prepared a delicious cake for the party. Delicious എന്ന് പറയരുത് മക്കളെ, delicious. Okay? She prepared a delicious cake for the party. She prepared a delicious cake for the party. അവൾ
പാർട്ടിക്ക് വേണ്ടി ഒരു രുചികരമായ കേക്ക് തയ്യാറാക്കി. Prepared. Past. Prepared. Past. She prepared a delicious cake for the party. She prepared a delicious cake for the party. Okay? ടീച്ചറിൻ്റെ കൂടെ ഒരു 2 തവണ വായിക്കാം. Okay? He enjoys preparing elaborate meals on weekends. He enjoys preparing elaborate meals on weekends. He enjoys preparing elaborate meals on weekends. My mother always prepares a healthy breakfast for us. My mother always prepares a healthy breakfast for us. My mother always prepares a healthy breakfast for us. Did you prepare for the upcoming exam? Did you prepare for the upcoming exam? Did you prepare for the upcoming exam? She prepared a delicious cake for the party. She prepared a delicious cake for the party. She prepared a delicious cake for the party. The team prepared thoroughly for the final match. The team prepared thoroughly for the final match. The team prepared thoroughly for the final match. അവസാന മത്സരത്തിനായി ടീം നന്നായി തയ്യാറെടുത്തു. അവസാന മത്സരത്തിനായി ടീം നന്നായി തയ്യാറെടുത്തു എന്നാണ് പറയുന്നത്. The team prepared thoroughly for the final match. The team prepared thoroughly for the final match. Having prepared all the materials, they started the presentation. Having prepared all the materials, they started the presentation. Having prepared all the materials, they started the presentation. Okay? Presentation. Tation എന്നാണ് പറയുക. Tation. Okay? Presentation. Okay? Having prepared all the materials, they started the presentation. Okay? എന്താണ് അതിൻ്റെ അർത്ഥം? എല്ലാ സാമഗ്രികളും തയ്യാറാക്കിയ ശേഷം അവർ പ്രസൻറ്റേഷൻ ആരംഭിച്ചു. പ്രസൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പ്രസൻറ്റേഷൻ PPT ആയിരിക്കാം, അല്ലെങ്കിൽ അവതരണം. നോർമലി ഇപ്പം നമ്മൾ വാക്കർത്ഥം നോക്കുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം അവതരണം. ഓക്കെ, ഹാവിങ് പ്രിപ്പയർഡ് all the materials, they started the presentation. Preparing for a marathon requires consistent training. Preparing for a marathon requires consistent training. Preparing for a marathon requires consistent training. ഒരു മാരത്തണിനായി തയ്യാറെടുക്കുന്നതിന് സ്ഥിരമായ പരിശീലനം ആവശ്യമാണ്. ഇവിടെ സ്ഥിരം എന്നുള്ളത്, കൺസിസ്റ്റൻ്റ് എന്നുള്ളതിന് വെറും സ്ഥിരം എന്ന് പറയരുത്, സ്ഥിരതയുള്ള എന്ന് പറയണം. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ഥിരം എന്ന് പറയുന്നതിൽ 2 അർത്ഥമുണ്ട്. സ്ഥിരവും സ്ഥിരതയും, അത് രണ്ടും രണ്ടാണ്. സ്ഥിരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെയിലി നമ്മൾ ചെയ്യുന്നു, അല്ലെങ്കിൽ വീക്ക്ലി നമ്മൾ ചെയ്യുന്നു, സ്ഥിരം ചെയ്യുന്നു. ഓക്കെ, സ്ഥിരതയുള്ള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു ദിവസം 1 മണിക്കൂർ, പിന്നെ ഒരു ദിവസം 2 മണിക്കൂർ, പിന്നെ ഒരു ദിവസം 3 മണിക്കൂർ, പിന്നെ ഒരു ദിവസം അരമണിക്കൂർ. അതിനർത്ഥം ഞാൻ കൺസിസ്റ്റൻ്റ് അല്ലാത്ത ഒരു ട്രെയിനിങ് എടുക്കുന്നയാളാണ്. കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ ഞാൻ അരമണിക്കൂർ കറക്റ്റായിട്ട് എല്ലാ ദിവസവും, അല്ലെങ്കിൽ എല്ലാ ആ ട്രെയിനിങ് പീരീഡിൻ്റെ രീതി എങ്ങനെയാണോ അപ്പോൾ എല്ലാ ദിവസവും അത്ര തന്നെ സമയം ഞാനതിന് ചിലവാക്കും. ഓക്കെ, നമ്മൾ നോർമലി ഈ നമ്മുടെ ക്രിക്കറ്റിൽ ദ്രാവിഡിനെ പറയുക കൺസിസ്റ്റൻ്റ് ബാറ്റ്സ്മാൻ എന്നാണ്. ഓക്കെ, അതെന്തുകൊണ്ടാണ് പറയുന്നത്? ആള് എന്താണ് സ്ഥിരമായിട്ട്, അല്ലെങ്കിൽ സ്ഥിരതയിലാണ് റൺസ് സ്കോർ ചെയ്യുക. കാരണം 100 ആണെങ്കിൽ 100 തന്നെ ആയിരിക്കും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യുക. ദ്രാവിഡിൻ്റെ അടുത്ത് നിന്നും ഇത്ര റൺസ് എന്ത് തന്നെയായാലും കിട്ടും. അതാണ് കൺസിസ്റ്റൻസി, അല്ലെങ്കിൽ കൺസിസ്റ്റൻറ്റ് ബാറ്റ്സ്മാൻ എന്ന് പറയുന്നത്. ചിലവരങ്ങനെയല്ല, ചിലരെന്താണ് ഒന്നിൽ 0 ആയിരിക്കും, ഡക്കായിരിക്കും, പിന്നെ ഒന്നിൽ സെഞ്ചുറി അടിക്കും. മനസ്സിലായോ? അപ്പോൾ അത് കൺസിസ്റ്റൻ്റ് അല്ലാത്തത്. കൺസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥിരത കീപ്പ് ചെയ്യുന്നതാണ്.
ഓക്കെ, അപ്പോൾ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻറ്റ് എന്നുള്ളതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. പ്രിപ്പയറിംഗ് ഫോർ എ മാരത്തൺ റിക്വയേഴ്സ് കൺസിസ്റ്റൻറ്റ് ട്രെയിനിങ്. ഓക്കെ, ഇപ്പോൾ ടീച്ചറിൻ്റെ കൂടെ ഒരു 2 തവണ വായിക്കുമോ? The team prepared thoroughly for the final match. The team prepared thoroughly for the final match. Having prepared all the materials, they started the presentation. Having prepared all the materials, they started the presentation. Preparing for a marathon requires consistent training. Preparing for a marathon requires consistent training. ഓക്കെ മക്കളെ, നമ്മൾ പ്രിപ്പയർ എന്നുള്ള വാക്ക് പഠിച്ചു. അതൊരു പ്രത്യേക രീതിയിലാണ് ഉച്ചരിക്കൽ എന്നുള്ളത് ടീച്ചർ പറഞ്ഞു തന്നു. ഇനി എന്ത് ചെയ്യണം? സെക്കൻഡ് അറ്റൻഡൻസ് എന്ത് ചെയ്യണം? ടു എന്നെഴുതുക, ഒരു കുത്തിടുക, ഒരു സ്പേസ് ഇടുക, പേരെഴുതുക, എന്നിട്ട് എന്തെഴുതണം? പ്രിപ്പയർ എന്നുള്ള വാക്കിൻ്റെ V1, V2, V3, ING, S ഒക്കെ എസ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ എക്സാമ്പിൾ നോക്കിയല്ലേ, എങ്ങനെയാണ് എസ് ചേർത്ത് കഴിഞ്ഞാൽ ആ ഈയുടെ അവസാനം ഡി ഇടുന്നത് പോലെ നമ്മൾ പ്രിപ്പയർഡ് എന്ന് എഴുതുന്നത് പോലെ തന്നെ പ്രിപ്പയർസ് എന്നെഴുതും. ഓക്കെ, അവിടെ എസ് ജസ്റ്റ് ചേർത്ത് എഴുതിയാൽ മതി. PREPARES. ഓക്കെ അല്ലേ? സെക്കൻഡ് അറ്റൻഡൻസ് ഇട്ടല്ലോ. ഇനി നമുക്ക് നെക്സ്റ്റ് വേർഡിലേക്ക് ചാടാം. ടീച്ചർ എന്താ പറഞ്ഞേ? നെക്സ്റ്റ് വേർഡിലേക്ക് ചാടാമെന്ന്. ചാടുക. ചാടുക എന്ന് പറഞ്ഞാൽ എന്താണ് വാക്ക് ഇംഗ്ലീഷിൽ? എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്ത്. ചാടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നെക്സ്റ്റ് വേർഡിലേക്ക് ചാടാം എന്ന് ടീച്ചർ പറഞ്ഞു. അതിൽ ചാടുക എന്നുള്ളത് എന്താണെന്ന് ഒന്ന് കമൻറ്റിൽ എഴുതിയ. ചാടുക ഡാഷ് എന്താണ് വാക്ക്? ഓക്കെ, നമുക്ക് വാക്കിലേക്ക് പോകാം. ഓക്കെ, ഉണ്ടാക്കുക. ഉണ്ടാക്കുക. മേക്ക്. മേക്ക്. MAKE. ഉണ്ടാക്കുക. മേക്ക്. ഓക്കെ, MAKE. മേക്ക്. ആ ചിത്രം ഒന്ന് നോക്കിയേ. ആ ചിത്രത്തിൽ എന്താ കാണുന്നത്? ഒരു കുട്ടി മണൽ കൊണ്ട്, പൂഴി കൊണ്ട് അല്ലേ, മണൽ കൊണ്ട് എന്തുണ്ടാക്കിയിട്ടുണ്ട്? ഒരു കാസിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, കൊട്ടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു കോട്ട പോലെ കൊട്ടാരം പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, സാൻഡ് കാസിൽ. ഓക്കെ, അതിനെന്ത് പറയും? നിങ്ങളൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇവിടെ കടപ്പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ, ബീച്ചിൽ പോയി കഴിഞ്ഞാൽ കുട്ടികൾ ചെയ്യുന്നൊരു പരിപാടിയാണ് മണ്ണ് വെച്ച് എന്തെങ്കിലും രൂപങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ. അത് അധികവും ഉണ്ടാക്കാറ് എന്താണ്? കാസിൽസ് ആണ് അല്ലേ, സാൻഡ് കാസിൽ എന്ന് പറയും. ഓക്കെ, സ്പെല്ലിംഗ് CASTLE ആണ്, പക്ഷെ നമ്മൾ ആ ടി അവിടെ സൈലൻ്റ് ആണ്. കാസിൽ സൈലൻ്റ് ആണ്. CASTLE കാസിൽ, സാൻഡ് കാസിൽ, മണൽ കൊണ്ടുള്ള കാസിൽ. ഓക്കെ, തൊട്ടപ്പുറത്തെ വലതുവശത്ത് എന്താ കാണുന്നത്? അത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു പലരും കണ്ടിട്ടുണ്ടാകും, ടീച്ചറും കണ്ടിട്ടുണ്ട് ഇത് ലൈവായിട്ട്. എന്താണിത്? ഇത് നമ്മൾ കളിമണ്ണ് ഉപയോഗിച്ച് പാത്ര നിർമ്മാണം, അതാണ് അവിടെ കാണുന്നത്. പോട്ടറി. ഓക്കെ, പോട്ടറി. അപ്പോൾ പോട്ടറിയുടെ ഒരു ചിത്രമാണ് അവിടെ കാണുന്നത്. അതെന്താണ്? അവിടെ എന്താ ചെയ്യുന്നത്? കളിമണ്ണ് കൊണ്ടുള്ള എന്താണ് സംഭവങ്ങൾ ഉണ്ടാക്കുകയാണ്. ഞാൻ സംഭവം എന്ന് പറയാൻ കാരണം എന്താണ്? വെറും ചട്ടിയും പാത്രം മാത്രമാണോ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കുക? അല്ല, ഇപ്പോൾ പലതും ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ചിലയിടത്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് തന്നെ സ്വയം നമ്മുടെ പേര് എഴുതിയിട്ടുള്ളത് അവരാക്കി തരും. നമ്മൾ കൈവച്ച് ഉണ്ടാക്കി കൊടുക്കുക, അവർ അവസാനം നമ്മുടെ പേര് അതിൽ കാർവ് ചെയ്ത് തരും, ആരാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അങ്ങനെയൊക്കെയുള്ള എന്താണ് രീതികളിൽ ഒക്കെ ഉണ്ട് ഇപ്പോഴും. ഓക്കെ, എന്തായാലും ഇതിൽ ഈ രണ്ട് ചിത്രങ്ങൾ, ഈ രണ്ട് ഗ്രാഫിക്സിൽ എന്താണ് പറയുന്നത്? മേക്കിംഗ്, ഉണ്ടാക്കുന്നു അല്ലേ. ആ കുട്ടിയും ഉണ്ടാക്കുന്നു, ആ പോട്ടർ, ആ മനുഷ്യനും കയ്യേ കാണുന്നുള്ളൂ, വ്യക്തി ആരാന്ന് കാണുന്നില്ല അല്ലേ. ആ പോട്ടറും ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഉണ്ടാക്കുക. മേക്ക്. MAKE. മേക്ക്. ഉണ്ടാക്കുക. MAKE. മേക്ക്. ഓക്കെ, ഇനി ഉണ്ടാക്കി എന്നാണെങ്കിലോ, ഉണ്ടാക്കി, ഉണ്ടാക്കപ്പെട്ടു എന്നൊക്കെ പറയാനാണെങ്കിൽ MAKE എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ എന്തെഴുതും? MADE. MADE. മെയ്ഡ്. MAKE. make. MADE. 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 V1 form base form make, V2 form past form made, V3 form past participle form made. V1 form base form make, V2 form past form made, V3 form past participle form made. make, made, made. MAKE. make. MADE. 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 made.
Okay? M-A-K-E, make. M-A-D-E, made. Make, made, made. V1 form, base form, make. V2 form, past form, made. V3 form, past participle form, made. ഇനി ഉണ്ടാക്കുന്നു എന്ന് പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ING ഫോം കണ്ടെത്തണം അല്ലേ? M-A-K-E, make. അതിലോട്ട് ING ചേർത്ത് വെക്കുമ്പോഴെന്താവും? ഓടിപ്പോവും. Making, making. M-A-K-E, make. M-A-D-E, made. M-A-K-I-N-G, making. Make, made, making. Make, made, making. ഉണ്ടാക്കുക, make. ഉണ്ടാക്കി, made. ഉണ്ടാക്കുന്നു, making. Make, made, making. Make, made, making. M-A-K-E, make. M-A-D-E, made. M-A-K-I-N-G, making. Make, ഉണ്ടാക്കുക. Made, ഉണ്ടാക്കി. Making, ഉണ്ടാക്കുന്നു. ഓക്കെ അല്ലേ? ഇനി നമുക്ക് ഉണ്ടാക്കുക എന്നുള്ളത് സെന്റൻസസിലോട്ട് ഇടാം അല്ലേ? She made a beautiful speech at the graduation ceremony. She made a beautiful speech at the graduation ceremony. She made a beautiful speech at the graduation ceremony. ബിരുദദാന ചടങ്ങിൽ അവൾ മനോഹരമായ ഒരു പ്രസംഗം നടത്തി. ഇത് നടത്തി എന്ന് പറയുന്നത് ഉണ്ടാക്കി, പ്രസംഗം ഉണ്ടാക്കിയാലേ നമുക്ക് എന്ന് പറയാൻ പറ്റുള്ളൂ. അതാണ് മലയാളത്തിൽ പറയുമ്പോഴും ഉണ്ടാക്കി എന്നുള്ളതൊന്നുമല്ല, ആ സ്പീച്ച് അവിടെ പറഞ്ഞു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ നമ്മൾ ഇംഗ്ലീഷിൽ ഇങ്ങനെയും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. എന്താണ്? ഷീ മെയ്ഡ് എ ബ്യൂട്ടിഫുൾ സ്പീച്ച് അറ്റ് ദ ഗ്രാജുവേഷൻ സെറമണി. ഓക്കെ, ലെറ്റ്സ് മേക്ക് സം കുക്കീസ് ദിസ് ആഫ്റ്റർനൂൺ. ലെറ്റ്സ് മേക്ക് സം കുക്കീസ് ദിസ് ആഫ്റ്റർനൂൺ. ദിസ് ആഫ്റ്റർനൂൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഉച്ചതിരിഞ്ഞ സമയം. ഓക്കെ, ഇന്ന് ഉച്ചതിരിഞ്ഞ് നമുക്ക് കുറച്ച് കുക്കീസ് ഉണ്ടാക്കാം. ഇന്ന് ഉച്ചതിരിഞ്ഞ് നമുക്ക് കുറച്ച് കുക്കീസ് ഉണ്ടാക്കാം. ലെറ്റ്സ് മേക്ക് സം കുക്കീസ് ദിസ് ആഫ്റ്റർനൂൺ. മേക്കിംഗ് ന്യൂ ഫ്രണ്ട്സ് can be an exciting experience. Making new friends can be an exciting experience. പുതിയ സുഹൃത്തുക്കളെ ഉണ്ടാക്കുന്നത് ഒരു ആവേശകരമായ അനുഭവമായിരിക്കും. ആവേശകരമായ, എക്സൈറ്റിംഗ്, അനുഭവം, എക്സ്പീരിയൻസ്. എക്സൈറ്റിംഗ്, ആവേശകരമായ, എക്സ്പീരിയൻസ്, അനുഭവം. Making new friends can be an exciting experience. നമുക്ക് സെന്റൻസസ് വായിച്ചാലോ? ടീച്ചർ കൂടെ തന്നെ ഒരു 2 തവണ. ഓക്കെ, she made a beautiful speech at the graduation ceremony. She made a beautiful speech at the graduation ceremony. Let's make some cookies this afternoon. Let's make some cookies this afternoon. Making new friends can be an exciting experience. Making new friends can be an exciting experience. Okay അല്ലേ? നമുക്ക് അടുത്ത സെന്റൻസസിലോട്ട് പോകാം. They didn't make much noise when they entered. They didn't make much noise when they entered. They didn't make much noise when they entered. അവർ അകത്തേക്ക് കയറിയപ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. Didn't make, did not make. അതാണ് didn't make. Did not make, didn't make. They didn't make much noise when they entered. അവർ അകത്തേക്ക് കയറിയപ്പോൾ വലിയ ശബ്ദമൊന്നും ഉണ്ടാക്കിയില്ല. They didn't make much noise when they entered.
He made a quick decision without thinking too much. He made a quick decision without thinking too much. He made a quick decision without thinking too much. അധികം ആലോചിക്കാതെ അയാൾ പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമെടുത്തു. അധികം ആലോചിക്കാതെ അയാൾ പെട്ടെന്ന് ഒരു തീരുമാനം എടുത്തു. A quick decision എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള തീരുമാനം. ഓക്കെ, പെട്ടെന്നുള്ള ഒരു തീരുമാനത്തെയാണ് ഒരു ക്വിക്ക് ഡിസിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, he made a quick decision without thinking too much. He made a quick decision without thinking too much. Mistakes have been made, but we can learn from them. Mistakes have been made, but we can learn from them. Mistakes have been made, but we can learn from them. തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടു, പക്ഷേ നമുക്കതിൽ നിന്നും പഠിക്കാൻ കഴിയും. തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റുകൾ ചെയ്തു എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടു. ഇവിടെ ഉപയോഗിച്ചത് V3 ഫോമാണ്, ഹാവ് ബീൻ മെയ്ഡ്. ഹാവ് എന്തുകൊണ്ടാണ് വന്നത്? മിസ്റ്റേക്സ് എന്നാണ് അല്ലേ, പ്ലൂറൽ ആണ്, അതുകൊണ്ട് ഹാവ്. അത് മിസ്റ്റേക്ക് ആണെങ്കിലോ ഹാസ് ആകുമായിരുന്നു. ഓക്കെ, മിസ്റ്റേക്സ് ഹാവ് ബീൻ മെയ്ഡ് ബട്ട് വി ക്യാൻ ലേൺ ഫ്രം ദം. തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഉണ്ടാക്കപ്പെട്ടു. തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടു അല്ലെങ്കിൽ തെറ്റുകൾ ഉണ്ടാക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ നമുക്ക് അവയിൽ നിന്ന് പഠിക്കാൻ കഴിയും. ഓക്കെ, തെറ്റുകൾ മൊത്തത്തിൽ എന്താ ഉദ്ദേശിക്കുന്നത്? തെറ്റുകളൊക്കെ സംഭവിക്കും, പക്ഷെ നമ്മൾ തെറ്റ് ചെയ്തത് കൊണ്ട് നമ്മളൊരു മോശപ്പെട്ട ഒരാളാവുന്നില്ല. അപ്പം ആ ചെയ്ത തെറ്റിൽ നിന്ന് നമുക്ക് എന്താണ് പാഠങ്ങൾ പഠിക്കാനുണ്ട്, അതിൽ നിന്ന് നമുക്ക് നന്നായി മുന്നോട്ട് പോകാം. പക്ഷെ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു തെറ്റ് ഇന്ന് ചെയ്തു, ഒരു തെറ്റ് നാളെ ചെയ്തു, അത് രണ്ടും സെയിം തെറ്റാണ്. മൂന്നാമത്തെ ദിവസം എത്തിയ മൂന്നാമത്തെ ദിവസം അതേ തെറ്റ് ചെയ്തു. അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ ഒരു സെൻറ്റൻസിന് അർഹനല്ല ആ തെറ്റ്. ഓക്കെ, ആ തെറ്റ് ചെയ്യുന്ന ആളും. ഓക്കെ, ഈ സെൻറ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്? നമുക്ക് തെറ്റ് സംഭവിക്കാം, പക്ഷെ ആ തെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഒരു പാഠം ലഭിക്കാനുണ്ട്. അപ്പം തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുന്നതും നല്ലതിനാണ്, പക്ഷെ അത് ആവർത്തിക്കുകയാണെങ്കിൽ അതൊന്നും നല്ലതിനൊന്നും അല്ല. ഓക്കെ, മിസ്റ്റേക്സ് ഹാവ് ബീൻ മെയ്ഡ് ബട്ട് വി ക്യാൻ ലേൺ ഫ്രം ദം. മിസ്റ്റേക്സ് ഹാവ് ബീൻ മെയ്ഡ് ബട്ട് വി ക്യാൻ ലേൺ ഫ്രം ദം. ഓക്കെ, ഇനി ടീച്ചറുടെ കൂടെ കണ്ടിന്യൂസ് ആയി ഒരു 3 തവണ വായിക്കാം. ഓക്കെ, they didn't make much noise when they entered. They didn't make much noise when they entered. They didn't make much noise when they entered. He made a quick decision without thinking too much. He made a quick decision without thinking too much. He made a quick decision without thinking too much. Mistakes have been made, but we can learn from them. Mistakes have been made, but we can learn from them. Mistakes have been made, but we can learn from them. She is currently making plans for her summer vacation. She is currently making plans for her summer vacation. എന്താണ് പറയുന്നത്? അവൾ ഇപ്പോൾ വേനൽക്കാല അവധിക്കാല പ്ലാൻസ് ആസൂത്രണം ചെയ്യുകയാണ്. പദ്ധതികൾ ആസൂത്രണം ചെയ്യുക, അതൊക്കെ തന്നെയാണ് മേക്കിംഗ് പ്ലാൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അർത്ഥം പറയുമ്പോഴേക്ക് വലിയ സംഭവമായി. സംഭവം എന്താണ്? നമ്മൾ സമ്മർ വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ്. എന്ത് ഒരു ട്രിപ്പൊക്കെ, മനസ്സിലായോ? ഷീ ഇസ് കറൻ്റ്ലി മേക്കിംഗ് പ്ലാൻസ് ഫോർ ഹർ സമ്മർ വെക്കേഷൻ. ഈ VACATION അത് പറയുന്ന സമയത്ത് വെയ്ക്കേഷൻ, വെയ്ക്കേഷൻ, മനസ്സിലായല്ലോ എങ്ങനെയാ പറയേണ്ടതെന്ന്? വെയ്ക്കേഷൻ. അപ്പോൾ വെയ്ക്കേഷൻ, 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 മനസ്സിലായല്ലോ? അല്ലാതെ വെക്കേഷൻ എന്നല്ല. ഓക്കെ, വെയ്ക്കേഷൻ, vacation, 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 vacation. Okay, vacation. She is currently making plans for her summer vacation.
Next, the sound of rain on the roof makes me feel relaxed. The sound of rain on the roof makes me feel relaxed. The sound of rain on the roof makes me feel relaxed. മേൽക്കൂരയിൽ മഴ വീഴുന്ന ആ ഒരു ശബ്ദം, മഴ പെയ്യുന്ന ശബ്ദം, മേൽക്കൂരയിൽ മഴ പെയ്യുന്നു എന്നല്ല, മഴ പെയ്യുമ്പോൾ മേൽക്കൂരയുടെ മുകളിൽ വീഴും, അപ്പോഴൊരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം എന്നെ ശാന്തനാക്കുന്നു അല്ലെങ്കിൽ ശാന്തയാക്കുന്നു. ഓക്കെ, ദ സൗണ്ട് ഓഫ് റെയിൻ ഓൺ ദ റൂഫ്, മഴ മേൽക്കൂരയിൽ തട്ടുന്ന ആ ശബ്ദം എന്നെ ശാന്തയാക്കുന്നു. മഴ മേൽക്കൂരയിൽ തട്ടുന്ന ആ ശബ്ദം എന്നെ ശാന്തയാക്കുന്നു. ശാന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി എല്ലാവരും പറയും ഞാൻ ശാന്തയല്ല, ഞാൻ ശാന്തനാണെന്ന്. ഓക്കെ, അങ്ങനെയും നമുക്ക് പറയാം. മഴ മേൽക്കൂരയിൽ തട്ടുന്ന ശബ്ദം എന്നെ ശാന്തനാക്കുന്നു. എനിക്ക് ശാന്തത ഉണ്ടാവുന്നു. ഐ ഫീൽ റിലാക്സ്ഡ്. എനിക്ക് ശാന്തത അനുഭവപ്പെടുന്നു. ഓക്കെ, മഴ മേൽക്കൂരയിൽ തട്ടുന്ന ശബ്ദം എന്നിൽ ശാന്തത ഉണ്ടാക്കുന്നു എന്നാണ്. ഓക്കെ, മേക്സ് മീ ഫീൽ റിലാക്സ്ഡ്. മേൽക്കൂരയിൽ മഴ തട്ടുന്ന ശബ്ദം എന്നെ ശാന്തയാക്കുന്നു അല്ലെങ്കിൽ ശാന്തനാക്കുന്നു. ഓക്കെ, ദ സൗണ്ട് ഓഫ് റെയിൻ ഓൺ ദ റൂഫ് makes me feel relaxed. He always makes sure to lock the door before leaving. He always makes sure to lock the door before leaving. പോകുന്നതിന് മുൻപ് അവൻ എപ്പോഴും വാതിൽ പൂട്ടാൻ ശ്രദ്ധിക്കാറുണ്ട്. പോകുന്നതിന് മുൻപ് അവൻ എപ്പോഴും വാതിൽ പൂട്ടാൻ ശ്രദ്ധിക്കാറുണ്ട്. പോകുന്നതിന് മുൻപ് അവൻ എപ്പോഴും വാതിൽ പൂട്ടാൻ ശ്രദ്ധിക്കാറുണ്ട്. He always makes sure to lock the door before leaving. He always makes sure to lock the door before leaving. ഇനി ലിവിങ് ഒന്നും ആരും എനിക്ക് വായിച്ചയക്കരുത്. ലീവിങ് അതൊരു നീട്ടമുണ്ട്. ഓക്കെ, he always makes sure to lock the door before leaving. The furniture was made from solid oak wood. The furniture was made from solid oak wood. The furniture was made from solid oak wood. ഫേർണിച്ചറുകൾ സോളിഡ് ഓക്ക് തടി കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. ഫേർണിച്ചറുകൾ സോളിഡ് ഓക്ക് തടി കൊണ്ടാണ് ഉണ്ടാക്കപ്പെട്ടത്. The furniture was made from solid oak wood. The furniture was made from solid oak wood. ഒന്ന് ടീച്ചറിൻ്റെ കൂടെ ഒരു 2 തവണ വായിക്കാമോ? ഓക്കെ അല്ലേ? വായിക്കാം. She is currently making plans for her summer vacation. She is currently making plans for her summer vacation. The sound of rain on the roof makes me feel relaxed. The sound of rain on the roof makes me feel relaxed. He always makes sure to lock the door before leaving. He always makes sure to lock the door before leaving. The furniture was made from solid oak wood. The furniture was made from solid oak wood. Okay, ഇനി അടുത്ത അറ്റൻഡൻസ് ഇടാറായി. എന്തെഴുതണം? നമ്പർ 3. ഓക്കെ, 3rd കമൻറ്റിന് നമ്പർ ഒന്നും ടീച്ചർ പറഞ്ഞിട്ടില്ല, എഴുതണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഇതിന് നമ്പർ 3 ഇടുക, കുത്തിടുക, എന്നിട്ട് സ്പേസ് ഇട്ടിട്ട് എന്ത് എഴുതണം? മേക്ക് എന്ന വാക്കിൻ്റെ V1, V2, V3, ING, S ഒക്കെ എഴുതി വെക്കുക. ഓക്കെ, ഓക്കെ അല്ലേ? റെഡി. അപ്പം നമുക്കൊന്ന് ഓടിച്ചിട്ട് എല്ലാ വാക്കുകളും നോക്കിയിട്ട് നിർത്താം അല്ലേ? ഇന്ന് പഠിച്ച 2 വാക്കുകൾ ഏതാണ്? പ്രിപ്പയർ, മേക്ക്. പ്രിപ്പയർ, പ്രിപ്പയർഡ്, പ്രിപ്പയർഡ്, പ്രിപ്പയറിംഗ്, പ്രിപ്പയർസ്. മേക്ക്, മെയ്ഡ്, മെയ്ഡ്, മേക്കിംഗ്, മേക്സ്. ഓക്കെ അല്ലേ? V1, V2, V3, ING, S ഒക്കെ.
ഓക്കെ, അതിൽ പ്രിപ്പയറിങ് എന്ന് വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ഈ കളഞ്ഞിട്ടാണ് ING ചേർക്കുക. അതുപോലെ തന്നെ മേക്കിങ്ങിലും എന്ത് തന്നെയാണ്? കളഞ്ഞിട്ടാണ് ING ചേർക്കുക. എസ് ചേർക്കുന്ന സമയത്ത് രണ്ടിലേക്കും ജസ്റ്റ് എസ് ചേർത്ത് വെച്ചാൽ മതിയാവും. ഓക്കെ അല്ലേ? അപ്പോൾ ഈ 2 വാക്കുകൾ എന്ത് ചെയ്യണം? ഇപ്പോൾ ഇവിടെ 4th അറ്റൻഡൻസ് ആയിട്ട് 4 കുത്ത് സ്പേസ് നിങ്ങളുടെ പേര്, അതിനുശേഷം പ്രിപ്പയർ എന്ന വാക്കും അതുപോലെ തന്നെ മേക്ക് എന്ന വാക്കും V1 V2 V3 ING S ഒക്കെ എഴുതുക. ഓക്കെ, 4th അറ്റൻഡൻസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഓടിച്ച് എല്ലാ വേർഡ്സ് ഇതുവരെ പഠിച്ച എല്ലാ വാക്കുകളുടെയും V1 V2 V3 ING S നോക്കാം. ഓക്കെ, അപ്പോൾ തയ്യാറല്ലേ? ഫോർത്ത് അറ്റൻഡൻസ് ഇട്ടില്ലേ? ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, റെഡി? 1 2 3 സ്റ്റാർട്ട്. Run, ran, run, running, runs. Jump, jumped, jumped, jumping, jumps. Eat, ate, eaten, eating, eats. Brush, brushed, brushed, brushing, brushes. Read, 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 reading, reads. Drink, drank, drunk, drinking, drinks. Wash, washed, washed, washing, washes. Play, played, played, playing, plays. Sit, sat, sat, sitting, sits. Walk, walked, walked, walking, walks. Go, went, gone, going, goes. Come, came, come, coming, comes. Climb, climbed, climbed, climbing, climbs. Fly, flew, flown, flying, flies. Swim, swam, swum, swimming, swims. Tear, tore, torn, tearing, tears. Cook, cooked, cooked, cooking, cooks. Cut, 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 cutting, cuts. Write, wrote, written, writing, writes. Learn, learnt, learnt, learning, learns. Stand, stood, stood, standing, stands. Sleep, slept, slept, sleeping, sleeps. Dance, danced, danced, dancing, dances. Sing, sang, sung, singing, sings. Pray, prayed, prayed, praying, prays. Draw, drew, drawn, drawing, draws. Wear, wore, worn, wearing, wears. Put, 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 putting, puts. Take, took, taken, taking, takes. See, saw, seen, seeing, sees. Watch, watched, watched, watching, watches. Grow, grew, grown, growing, grows. Comb, combed, combed, combing, combs. Beat, beat, beaten, beating, beats. Hit, 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 hitting, hits. Kick, kicked, kicked, kicking, kicks. അപ്പോൾ ഇന്ന് പഠിച്ച 2 കൂടി നോക്കിയാലോ? Prepare, prepared, prepared, preparing, prepares. Make, made, made, making, makes. ഓക്കെ അല്ലേ? ഇതുവരെ ഞാൻ നിങ്ങളോട് ചോദിച്ചിരുന്നു എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്ക്. ഇതുവരെ എഴുതാത്ത അടുത്ത ഇഷ്ടപ്പെട്ട വാക്ക് ഏതാണെന്ന് ഇവിടെ ലാസ്റ്റ് അറ്റൻഡൻസിൽ ഇടാം. ഓക്കെ, ഫൈനൽ അറ്റൻഡൻസ് കഴിഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഹാപ്പി ലേണിംഗ്. ഹോംവർക്സ് ഒക്കെ പെട്ടെന്ന് പോരട്ടെ.